ജനുവരി 4-ന് വൈകിട്ട് 6 മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ്.എ, ബേബി ജീൻ, MHR, MC കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ, ഹരം കൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു. കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. കിഴുപ്പള്ളിക്കര ഗ്രാമീണ വായനശാലയുടെ 70-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4-ന് SNSA LPU സ്കൂളിൽ വെച്ച തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഐത്തവും അനാചാരവും സാമൂഹ്യ തിന്മകളുമെല്ലാം കൊടികുത്തി വാണിരുന്ന ഒരു കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയതിൽ വലിയ പങ്ക് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനുണ്ട്, കേരളത്തിലെ വായനശാലകൾക്കുണ്ട്. ഒരു കാലത്ത് എങ്ങനെയായിരുന്നു കേരളം? നമുക്കെല്ലാവർക്കും അറിയാം. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനം നടത്തുമ്പോൾ അദ്ദേഹം തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കുമെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം പോയി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് അവിടുത്തെ ജീവിതം കണ്ട്, സംസ്കാരം കണ്ട്, അവിടുത്തെ മനുഷ്യരുടെ ജീവിതാവസ്ഥ കണ്ട് ഒക്കെയാണ് അദ്ദേഹം കേരളത്തിലും എത്തിയത്. കേരളത്തിൽ സ്വാമി വിവേകാനന്ദൻ വന്ന കാലത്ത് സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു? കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു? ഐത്തവും അനാചാരവും കൊടികുത്തി വാണിരുന്ന കേരളം. വിദ്യാഭ്യാസത്തിന് ജാതിയിൽ പിന്നോക്കക്കാരനായി പോയി എന്നുള്ളത് കൊണ്ട് വിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കേരളം. എന്തിന്? അമ്പലത്തിൽ കയറി ദൈവത്തെ ആരാധിക്കാൻ പോലും കഴിയാതിരുന്ന കേരളം. പട്ടിക്കും പൂച്ചയ്ക്കും സ്വൈരവിഹാരം നടത്താമായിരുന്ന തെരുവീതികളിലൂടെ ജാതിയിൽ പിന്നോക്കക്കാരനായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കേരളം. സംഘാടക സമിതി ചെയർമാൻ K. ബാബു അധ്യക്ഷനായി. കവി ഡോക്ടർ സി. രാവുണ്ണി മുഖ്യാതിഥിയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ K. അജിത്, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NG ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. വായനശാല സെക്രട്ടറി PB അനിൽ, സംഘാടക സമിതി കൺവീനർ TV ദീപു, സംഘാടക സമിതി ചെയർമാൻ K. ബാബു, വൈസ് ചെയർമാൻ KM സിറാജ് എന്നിവർ നേതൃത്വം നൽകി.